സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ ഇത് പണിതിട്ടുണ്ടായിരുന്നു, നമ്മുടെ വൂള് ഫാർം സക്സസ്ഫുള്ളി അത് വർക്കിംഗ് ആണ്. അപ്പം നമുക്ക് ഇന്ന് കുടിക്കാത്ത പോയി ഇവിടെ ലാഗുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് മാറിയിരിക്കാം. നമുക്ക് ഇന്നൊന്ന് നെതറിലും കയറണം, പറ്റുമെങ്കിൽ ഒരു ഫോർട്രസും കണ്ടുപിടിക്കണം. നമുക്ക് എന്നിട്ട് ബ്ലേസർ റോഡിനെ അങ്ങ് തീർക്കണം. നമ്മൾ മിക്കവാറും 1-2 എപ്പിസോഡിനുള്ളിൽ തന്നെ നെതറിൽ എൻഡർ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യാൻ പോകും. ചെറിയ ലാഗ് ഉണ്ട്, അതിൻ്റെയാണ് അപ്പം ഇപ്പൊ എനിക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് ഗോൾഡൻ ക്യാരറ്റ്. ബാക്കിയെല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതേ കുറെ ആരോയും 2 സ്റ്റാക്ക് ബിൽഡിംഗ് ബ്ലോക്കും വേണേ 1 സ്റ്റാക്കും കൂടെ എടുത്തേക്കാം. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. കണ്ട ഡീപ് സ്ലൈറ്റ് വേറെ ഇല്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെടുക്കാം, ബ്രിക്ക് എടുക്കാം, ഡീപ് സ്ലൈറ്റ് ബ്രിക്ക്. എനിക്കിപ്പോൾ കുറച്ച് ഗോൾഡൻ ക്യാരറ്റും വേണം, കുറച്ചല്ല, ഒരു 1-2 സ്റ്റാക്ക്. അത്രയും കിട്ടുമെന്നറിയില്ല. ഒരു ഫാർമറേ ഉള്ളൂ, അവൻ എത്ര തരുമോ അത്രയും ഗോൾഡൻ ക്യാരറ്റ് ഞാനങ്ങ് മേടിക്കും. പിന്നെ ഇവിടെ ഞാൻ മൈനിങ് ഏരിയ എനിക്ക് ഇത്രയും ഇത് വരാൻ കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ വില്ലേജേഴ്സ് മറ്റേ ബ്രിഗഡർ ഓഫ് ആയല്ലായിരുന്നു, മറ്റേ ഒരുത്തനെ കാണുന്നില്ലായിരുന്നല്ലോ. എന്നിട്ട് ഒരുത്തനെ കൊണ്ടുവന്ന് പിടിച്ചിട്ടു, താഴെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരുത്തനെ കൊണ്ടുവന്ന് പിടിച്ചിട്ടു. അപ്പോൾ സംഭവം വർക്കിംഗ് ആണ്. ഇത് കണ്ട, ഇവന്മാരും കൂടി ഉണ്ട്, അതിൻ്റെ ലാഗാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമുക്ക് നോക്കാം. ഇത് കണ്ട, ഞാൻ ഈ മൈനിങ് ഏരിയ ഇങ്ങനെ ഒരു ഡിസൈനിലാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാവാന്ന് ചോദിച്ചാൽ എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല, ഫുള്ള് ഇരുട്ടാണ്. പിന്നെ ടോർച്ച് മറ്റേ നമ്മുടെ ലാൻഡേണും കൂടെ വെച്ചപ്പം കുറച്ച് വെട്ടമുണ്ട്. പിന്നെ ഇരുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ഒരു ഇരുണ്ട സ്ഥലം, എന്താ പറയാ, അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ട്രേഡിങ് ഹാളിലോട്ട് കയറി വരുന്ന വഴിയും ഇവിടം വരെ ഞാൻ പടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേക്കിനും മടുത്തു, കുറേ കണ്ടേ. ഞാനിത് ഇങ്ങനെ പയ്യെ കംപ്ലീറ്റ് ആക്കിക്കോളാം. ഒറ്റ ഇരിപ്പിൽ കംപ്ലീറ്റ് ആക്കാൻ നിന്നാൽ എന്നെ പെട്ടിയിലാക്കാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേശ്ശെ ചെയ്യുന്നത്. അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഇല്ലേ ഞാൻ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ഒന്നും ബ്ലോക്ക് വെക്കാണ്ട് ശ്രദ്ധിക്കാണ്ടൊക്കെ പോകും. ഇപ്പം എൻ്റെ കയ്യിലൊരു 2 സ്റ്റാക്കിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ലാൻഡാണ് ഞാൻ ഇവന്മാരുടെ മേടിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ. നമുക്ക് നോക്കാം എത്ര. ഇവനും വേറൊരുത്തരുണ്ട് ട്രേഡ് ചെയ്തായിരുന്നു. ഇവനിത് കുറയ്ക്കുന്നില്ല കേട്ടോ, ഇവൻ്റെ അത്ര കിട്ടുന്നില്ല. അയ്യോ, എൻ്റെ വേൾഡ് മൊത്തത്തിൽ ലാഗ് ആകുന്നുണ്ട് ഇപ്പോൾ. 1 സ്റ്റാക്കിൻ്റെ അടുത്ത് കിട്ടി. നമ്മൾ ഇതൊന്ന് മെൻറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ XP ഫാർമിനെക്കാട്ടും കൂടുതൽ മെൻറ്റ് ചെയ്യുന്നത് ഇവിടെ വന്നിട്ടാണ്. ഇതാണ് ഒന്നും കൂടെ എളുപ്പം. എനിക്ക് എൻ്റെ കുറച്ചും കൂടെ എമറാൾഡില്ലേ, ഇതും കൂടെ അങ്ങ് എടുത്തിട്ട്. ഇവന് വർക്ക് സ്റ്റേഷൻ ഞാൻ വെച്ചിട്ടില്ല, പക്ഷെ ഇവൻ എവിടുന്നാന്നറിയില്ല പണിയെടുത്തിട്ടുണ്ട്. എന്താ, ഞാൻ ഇവൻ്റെ നിന്ന് കുറേ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഇവൻ വെള്ളം ക്യാരറ്റ് വിൽക്കാനായില്ല. സോ ഞാൻ പോണ്. പംകിൻ വിൽക്കായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ അല്ല, അവൻ പംകിൻ എടുക്കുന്നില്ല. ഇപ്പം ഒരു കാര്യം ചെയ്യാം, ഞാൻ പോവുക. എന്നിട്ട് നമുക്ക് നേരെ നെതറിലോട്ട് വെച്ച് പിടിക്കാം. 352 ഡേ ആയിട്ടുണ്ട്. അവിടെ ഡേ കൗണ്ട് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എൻഡർ ഡ്രാഗനെ തീർക്കണം. കുറേ നാളായി കളിക്കുന്നു ഇതേ തന്നെ. നമുക്കിപ്പം നെതറിൽ കയറാം. നെതർ ഹബ്ബ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട്. എന്തായാലും എലൈറ്റർ കിട്ടിയിട്ടേ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്യുന്നുള്ളൂ. എൻ്റെ ഷീൽഡിൽ ഞാൻ മറ്റേ ഇത് ഇട്ടിട്ടുണ്ട്, മെൻറ്റിങ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മച്ചാമാരെ കൊല്ലുമ്പോൾ എല്ലാം ഇതിനകത്തോട്ട് കയറിക്കോളും. കണ്ട, ഫുള്ള് എല്ലാത്തിലും മെൻറ്റിങ് ഉണ്ട്. എൻ്റെ ഇതിനകത്ത് മെൻറ്റിങ് ഇല്ല, ഇതിനകത്ത് മെൻറ്റിങ് ഇടണം. എൻ്റെ എല്ലാ ടൂൾസിൻ്റെ ആർമറിലും എനിക്ക് മെൻറ്റിങ് ഇടണം. ഇനിയിപ്പോൾ നെതറിനകത്ത് കയറുമ്പോൾ ഞാൻ നെതറിൽ കയറട്ടെ ആദ്യം. ഇതൊക്കെ ഇതെന്നാ സംഭവം എന്നത്? ഇവിടെ എന്നാ നടക്കുന്നത്?
ഇത് കണ്ടോ എന്റെ വില്ലേജർ അല്ലേ ആ ചത്തത് ഇപ്പൊ അത് വിറ്റാണ് എന്തോന്ന് ചത്ത്. ആ ഇപ്പൊ വിട്ടിട്ട് കാര്യമില്ല guys. ഞാൻ ഇതിനകത്ത് കേറുന്നതേ ഉള്ളൂ. ബഡ്രോക്ക് അടിച്ചാന്റെ പരിപാടി കാണിക്കുന്നുണ്ട്. ഇത് ഇവിടെ വേറെ കുറച്ച് ഫുഡും കൂടെ എടുക്കേണ്ടതായിരുന്നു. ഇതെന്നെ എനിക്ക് പറ്റി. ചാവല്ലേ. എനിക്ക് ഒരു കാര്യമില്ലാണ്ട് ഡാമേജ് അടിച്ചുകൊണ്ടിരിക്കുക. എടാ 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 എന്നൊക്കെയാണ് ഈ നെതറിൽ എന്റെ ഒരു കാര്യമില്ലാണ്ട് ഡാമേജ് എടുത്തുകൊണ്ടിരിക്കുക. എന്റെ ലെവലും പോയി, എന്റെ ഐറ്റംസും പോയി. ഇവിടെ മഴയാണോ? പിന്നെ പൊട്ടം കിടന്നിട്ട് ടേപ്പ് അടിച്ചോണ്ടിരിക്കുന്നു. അടുത്തത് എനിക്കാണ് ഇത് എന്റെ ബ്ലോക്ക് റെസ്റ്റോൺ. ഇത് എന്റെ ആർമർ. നീയൊക്കെ ഏതാടാ? എന്തായാലും നമ്മൾ നെതറിൽ കേറാത്തോണ്ട് സാധനങ്ങൾ ഡീസ്പോൺ ആവില്ല. ഒരുത്തം വടിയായിട്ടുണ്ട്. വണ്ടിന്ന് ഒരു അടി കിട്ടിയാൽ മതി. സ്പോട്ടിൽ ഞാൻ ഡെഡാ. അയ്യോ ഒരു സാസ് അങ്ങോട്ട് പോകാനും പറ്റൂല, അവിടെ കരട്ടനങ്ങോട്ട്. ഇതെന്നാലും എങ്ങനെ എൻ്റെ കയ്യിൽ എത്ര ലെവൽ ഉണ്ടായിരുന്നു പോലും. ചാവ് കാലമാടാ. സമാധാനമായി. എൻ്റെ കയ്യിൽ കുറച്ച് ഫുഡുണ്ട്, അതെടുത്തോണ്ട് പോവാം. ഷെൽട്ടൻ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടും. ഇവിടെ ഇല്ല, മാറി. ഓടിക്കോ 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 ഓടിക്കോ. എടാ ഓടാനെങ്കിലും വിടറ തന്നെ. എന്റെ ഐറ്റംസ് പോലും എനിക്ക് കൈ കിട്ടുന്നില്ല. ഇതെങ്ങനെ ഞാൻ ഇതെന്നെ സംഭവം എന്നാ? ഹലോ ദേ ഇവിടെ ചങ്ക് പോലും ലോഡാവുന്നുണ്ട്. ഞാൻ എന്റെ ഐറ്റംസ് എടുക്കാം. ഞാൻ ഇവിടെ ഒന്നും അല്ലേ നിക്കുന്നേ. ഇവന്മാർക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലേ? ഇവന്മാർക്കൊന്നും അടികൊള്ളുന്നില്ല. ഓ ഇതെന്ത് പോപ്പുലർ ഏർപ്പാടാ ഇത്. മലയാളി ഇതെന്ത് ഗെയിം ഇത്? ഇതിലൊക്കെയാണോ ഹാർഡ് കോർ കളിക്കണ്ടേ? ഞാൻ ഒരു ഹാർഡ് കോർ സീരീസ് തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെ കാര്യം എന്താവോ എന്തോ. ഇങ്ങനെയൊക്കെ കളിക്കുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ വടിയാവാൻ ഞാനുണ്ട്. ഞാൻ നെതറിൽ കയറുന്നില്ല. നെതറിൽ കയറാണ്ട് ഒരു എന്നാ പറയാ, ഇതെന്തോ ഇത് ചാവുന്നതിന് പോലും കയ്യും കണക്കൂല. എനിക്കിനിയിപ്പോ കടന്നുറങ്ങണമെങ്കിൽ വല്ലവന്റെ വീട്ടിൽ പോകണം. സ്വന്തമായിട്ട് വീട് വെച്ചിട്ട് അതിനകത്ത് കയറി കിടക്കാൻ പറ്റത്തില്ല. ഞാൻ ട്രേഡിങ് ഹാളിൽ പോയി കിടന്നുറങ്ങാൻ പോകുന്നു. ഞാനൊന്നും കൂടെ കയറി നോക്കട്ടെ. അയ്യോ എന്നെ കഴിച്ച് എനിക്ക് എടുക്കാൻ പറ്റാത്ത ഇത് കണ്ടോ? ഞാൻ ഇതിൻ്റെയൊക്കെ നടുക്കാണ് നിൽക്കുന്ന. ഓ തുടങ്ങി മാറിയുള്ള പരിപാടി. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഈ ഒരു ഗെയിം. ഇപ്പൊ ഐറ്റംസ് എത്തി. ഇതൊന്നും എൻ്റെ അല്ല കേട്ടോ. ഓ ലാവ. അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതേ പിന്നെ അവന്മാർ സ്പോണാണെന്ന്. അയ്യോ
കുറേ നേരം എടുത്ത് ഞാൻ ഇതൊന്ന് എടുക്കാൻ. ചാറ ചാവലായിരുന്നു. അപ്പം നമ്മൾ ഇപ്പം മുകളിൽ എന്തൊക്കെ കാണുന്നു. ഈ ഗാസ്റ്റിന് അടിച്ചിടാൻ ഭയങ്കര പണി. ഒമ്മീ 2 എണ്ണം ഇല്ല, ചാവത്തില്ല. അങ്ങനെയൊന്നും ചാവുന്നവനല്ല ഈ ഞാൻ. അപ്പം നമുക്കിപ്പോ എങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അങ്ങോട്ടങ്ങ് പോയി നോക്കാം. അങ്ങോട്ട് വേണോ അതോ ലാവയാണ് തൊട്ടപ്പുറം. നമുക്ക് കറങ്ങി പോവാം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. സോൾ സാൻഡിൽ കൂടെ പോകാൻ വലിയ താല്പര്യമില്ല എനിക്ക്. കാരണം ഇതിലെ കൂടെ ഒന്നാമത് ഓടാൻ പറ്റുന്നില്ല. സാധനം ലാവപ്പോ എനിക്ക് പേടിയാണ്. ഇവിടെ അവിടെ തീയുള്ള എൻ്റെ പോർട്ടൽ. ഞാൻ ഫ്ലിൻലാൻഡ് സ്റ്റീൽ എടുത്തില്ല. എന്ത് വൃത്തിയായിട്ട സൗണ്ടാണത്. എനിക്ക് എങ്ങനെയാലും അങ്ങോട്ട് പോക്ക് എന്തായാലും നടക്കില്ല. കാരണം ഈ സ്പീഡില്ലാണ്ട് നമുക്ക് അതിലോ പോകാൻ പറ്റൂല. ആ കാസ്റ്റിനെ അങ്ങ് തീർത്തിട്ട് വേഗം നമുക്ക് അതിലേ അങ്ങ് പോവാം. കൊണ്ടില്ല അല്ല, പിന്നെ നമുക്ക് വേഗം അവന്മാർ വരുന്നതിന് മുമ്പ് അങ്ങ് എസ്കേപ്പ് അടിക്കാം. അടുത്തത് സ്പോൺ ആവുന്നതിന് മുമ്പ് വേഗം വെച്ച് പോകണം. സ്പോണായി അടുത്തത്. എവിടെ അവൻ പോയി. നമുക്ക് ഇങ്ങനെ നേരെ ബ്രിഡ്ജ് ചെയ്ത് അങ്ങ് പോയേക്കാം. ഭാഗ്യം, അത് കറക്റ്റ് കൊണ്ട്. ഇതെന്നെ വെക്കാൻ പറ്റാത്ത. ഇത് അടുത്തത് അതിൻ്റെ അട്ടക്ക് മുതുക്ക് ലാഗ്. ബോവാൻ്റെ ആരോ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാട്ടോ. കൈ അങ്ങ് നിൽക്കുവാണ്. ആർമറിന് ടൂളിന് ചെറിയ ഡാമേജ് അല്ല, ടൂളും പോട്ട്. ഈ എൻഡർമാൻ തന്നെ ഈ കാണിക്കുന്നത്. കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. ഞാനങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളത് എന്തെങ്കിലും കണ്ടാലോ അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും പണി കിട്ടുവാണെങ്കിലൊക്കെ നിങ്ങളെ കാണിക്കാം. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ കുഴിച്ച് പോകുന്നത് കാണിക്കേണ്ട യാതൊരു വിധ. ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓപ്പണിംഗ് ഒന്നും കാണാത്തോണ്ട് ഇങ്ങനെ കുഴിച്ച് പോകുമ്പോൾ ഉണ്ട് തേടി ബിരി കിടക്കുന്നു. ഞാൻ വിചാരിച്ചില്ല ഈ സാധനങ്ങൾ കിട്ടുമെന്ന്. അത് മൈനിങ്ങിന് പോകാൻ തന്നെ 2 എണ്ണം. 1 2 2 പിന്നെ റെസിപ്പി മനസ്സിലായി. ഇനി ഇതുകൊണ്ട് തലയ്ക്കാണ്ടിരുന്നാൽ മതി. ഏഷ്യൻ ഡിബിരി നമ്മൾ 34 കിട്ടിയ. സാധാരണ 15 കിട്ടാറ്. ഞാൻ വന്ന വഴി ഏതാ കൈ? അങ്ങോട്ട് പോണ്ട. ഞാൻ കുറേ നേരമായിരുന്നു കുഴിക്കുന്നു. ഒന്നും ഇതുവരെ കിട്ടിയില്ല. ഓപ്പണിംഗ് ഒന്നും കണ്ടില്ല ഇതിലായിട്ട്. ഞാൻ അവിടെ ഇരുന്ന് കുഴിക്കാൻ തുടങ്ങി. ഗൈസ്, അങ്ങനെ നമുക്ക് ഫോർട്രസ് കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം നേരം തന്നെ അലഞ്ഞു. ഇപ്പോൾ എൻ്റെ ലെവൽ കോർഡിനേഷൻ നോക്കിയാൽ മനസ്സിലാവും. -800 1800 അത്രയും ദൂരം ഞാനിങ്ങോട്ട് വന്നു. ഇപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. മെല്ലെ സ്പോണാവുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കെന്തായാലും ബ്ലേസ് സ്പോണർ ഒന്ന് ഇതാക്കണം. നോക്കാം. ഇവിടെയൊക്കെ ലാവയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇവിടുന്ന് എങ്ങാനും ചത്താൽ പിന്നെ ഇത്രയും ദൂരം പോയിട്ട് വരവ് നടക്കില്ല. അവിടെ പെഗ്ലിങ്സ് ഒക്കെ നിൽക്കുമ്പോണ്ട്. എന്നാ മറ്റേ അവൻ്റെ പേര് മറന്നേ. അവൻ അവിടെ നിൽപ്പുണ്ട്. വിതർസ്കൾട്ട് അവൻ അവിടെ നിൽപ്പുണ്ട്. ബ്ലേസിന് മാത്രം കാണുന്നില്ല. നമ്മൾ നോക്കി വന്ന സാധനത്തിന് ഒഴികെ ബാക്കി എല്ലാത്തിനെയും കാണുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കുറച്ച് ബ്ലേസ് റോഡ് ആക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ഒരു കണക്കിന് 11 ബ്ലേസ് റോഡ് ആക്കിയിട്ടുണ്ട്. 11 മതിയാവും. 22 കിട്ടില്ല. നമുക്കത് മതി. ഒരു 20 എൻഡറായി മതി. അപ്പോൾ ഞാനൊന്ന് വീട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇനി ഇവിടുന്ന് എങ്ങനെ വീട്ടിലെത്തുമെന്നാണ് എനിക്കറിയാത്തത്. കുറേ നേരം കഷ്ടപ്പെട്ടു. 4 വീട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്.
അപ്പോൾ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്.